വലിയ പ്രകോപനം സൃഷ്ടിക്കുന്നതെങ്കിൽ തലസ്ഥാനത്തെ യുദ്ധക്കളമാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് CPM നേതാക്കൾ സ്വീകരിച്ചത്. അണികൾ പ്രകോപിതരാകുമ്പോൾ അവരെ ആ പ്രകോപനത്തിൽ നിന്നും പിന്മാറ്റേണ്ട ഈ ഉന്നത നേതാക്കൾ തന്നെ, ഉയർന്ന നേതാക്കൾ തന്നെ അതിനെ തീയാളിക്കത്തിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ നിയമ നടപടികളുമായി ED മുന്നോട്ട് പോകുമ്പോൾ അവരിലേക്കും നിയമ നടപടികൾ പോകേണ്ടി വരും, കടുത്ത നടപടികൾ അവരും നേരിടേണ്ടി വരുമെന്ന് മനസ്സിലാക്കണമല്ലേ? തീർച്ചയായിട്ടും KP, ഇപ്പോൾ പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. 2ലധികം ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എന്നുള്ള പ്രാരംഭ വിവരങ്ങളാണ് ലഭിക്കുന്നത്. 3 വാഹനങ്ങൾ ED ഉദ്യോഗസ്ഥരെത്തിയ 3 വാഹനങ്ങൾ അടിച്ചു തകർത്തിരിക്കുന്നു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ വാഹനത്തെ പൂർണ്ണമായും ആക്രമിക്കുകയായിരുന്നു CPMന്റെ പ്രവർത്തകർ. അതിന് ഒത്താശ ചെയ്തതും പ്രകോപനപരമായി അതിന് നിർദ്ദേശം നൽകിയതും നേതാക്കന്മാരാണ്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇവരുടെ കൂടി സാന്നിധ്യത്തിലാണ് ഈ പ്രവർത്തകർ ഈ ED ഉദ്യോഗസ്ഥരെത്തിയ വാഹനങ്ങളെ ആക്രമിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ചുടുകട്ടകളും മറ്റ് മാരകായുധങ്ങളും കമ്പി വടികളും ഒക്കെ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ഇതിൽ നിരവധി ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇതുകൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റുണ്ട്. പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ആക്രമണത്തിനിരയായ വാഹനങ്ങൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കും മാറ്റിയിരിക്കുന്നു. എന്തായാലും അതീവ ഗൗരവമുള്ള ഒരു ആക്രമണം തന്നെയാണിത്. അതായത് രാജ്യത്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി, ആ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു റെയ്ഡിനെത്തുന്നു. ആ റെയ്ഡിനെത്തുന്ന ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. CPM പ്രവർത്തകർ അവരെ വധിക്കാൻ ശ്രമിക്കുന്നതിന് സമാനമായ ആക്രമണം നടത്തുകയാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെ ഒത്താശ ചെയ്താകട്ടെ കേരള പോലീസാണ്. ഇത്രത്തോളം ഗൗരവമുള്ള വിഷയമാണെന്നും പ്രകോപനമുണ്ട് എന്നുള്ളത് കേരള പോലീസിന് വ്യക്തമായി അറിയാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഉദ്യോഗസ്ഥർക്ക് പരിപൂർണമായ സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കേരള പോലീസിനാണ്. എന്നാൽ നാമമാത്രമായ പോലീസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതെ രഞ്ജിത്ത്, ഇവിടെ ഇന്റലിജൻസ് വിഭാഗത്തിന്, രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടാവും. കാരണം ഈയിടെ ഇത്തരത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വസതിയിലും ഇവിടുത്തെ വാടക വീട്ടിലും അടക്കം പരിശോധന നടത്തുമ്പോൾ, മുഹമ്മദ് റിയാസിന്റെ അടക്കം വീടുകളിൽ പരിശോധന നടത്തുമ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഉടലെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ കൃത്യമായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാതെ ഈ CPM പ്രവർത്തകർ ആക്രമണം നടത്തുമ്പോൾ അവർക്കൊത്താശ ചെയ്യുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചതുമല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇത് KP പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് സംഘർഷത്തിലേക്ക് കലാശിക്കുന്നുള്ള കൃത്യമായി അറിയാം. പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മണിക്കൂറുകളായി പ്രവർത്തകർ അവിടെ വിളിക്കുന്നുണ്ട്. അവർ പിണറായിയുടെ വീട്ടിന് മുന്നിൽ തന്നെ തടിച്ചുകൂടി റോഡടക്കം ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്കാണ് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പോലീസുകാരനും കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് ഇതൊരു സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ ED ഉദ്യോഗസ്ഥരെ സുരക്ഷിതമായി പുറത്തിറക്കണമെങ്കിൽ അത്രത്തോളം സുരക്ഷാ സംവിധാനം വേണം. പ്രവർത്തകരെ പൂർണ്ണമായും ആ ഭാഗത്തു നിന്ന് മാറ്റണം എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും നാമമാത്രമായ പോലീസ് ഈ ED ഉദ്യോഗസ്ഥരെ പുറത്തോട്ട് വരാൻ പറഞ്ഞു. അവർ പുറത്തേക്ക് വാഹനങ്ങളിലേക്ക് എത്തിയപ്പോൾ ആ വാഹനത്തെ പ്രവർത്തകർ ആക്രമിക്കുന്നു. എന്നിട്ടും അത് നോക്കി നിൽക്കുക മാത്രമാണ് പോലീസ് ചെയ്യുന്നത്. പേരിന് അവരെ ഒന്ന് എതിർക്കാൻ ശ്രമിക്കുന്നു. ചില പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് എതിർക്കാൻ ശ്രമിക്കുന്നത്. അവർക്കും മർദ്ദനമേക്കുന്നു, അവർക്കും പരിക്കേൽക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ. ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ നമ്മൾ മനസ്സിലാക്കുന്ന കരിങ്കല്ലും ചുടുകട്ടയും ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം. ആ ചില്ല് തകർക്കുന്നു. ചില്ല് തറച്ചാണ് പല ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കേവലം ചെറിയ ആക്രമണമല്ല, മറിച്ച് ഇതിനകത്തുള്ള ആളുകളെ വധിക്കാൻ കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം എന്ന് തന്നെ കൃത്യമായി തന്നെ പറയാം. അത്രത്തോളം ഗൗരവമുള്ള ആക്രമണമാണ്. ഇത് നടക്കുമ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. പോലീസുകാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതിന് പതിയെ ചിലരുടെ ഷർട്ടിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്നു എന്നതിനപ്പുറം ഏതെങ്കിലും ഒരു ഗൗരവമുള്ള ലാത്തി ചാർജിലൂടെ ഈ പ്രവർത്തകരെ അവിടെ നിന്ന് അടിച്ചോടിക്കാനോ അല്ലെങ്കിൽ ഈ പ്രവർത്തകരിൽ നിന്ന് ആ ED ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും രക്ഷിച്ചെടുക്കാനോ കൃത്യമായി പോലീസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല.
പാളയത്തെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ഈ ആക്രമണത്തിന് നിർദ്ദേശം നൽകിയത്. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതായത് കരുതിക്കുട്ടിയുള്ള ആക്രമണം, ഏതെങ്കിലും തരത്തിൽ കേവലം ഒരു പ്രകോപനത്തിന്റെ ഭാഗമായി സാന്ദർഭികമായി ഉണ്ടായ ഒരു ആക്രമണമല്ല, മറിച്ച് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ തമ്പടിച്ചിരിക്കുന്ന പാർട്ടി ഗുണ്ടകൾ, CPM-ന്റെ ഗുണ്ടകൾ ചേർന്നാണ് ഈ ആക്രമണം നടത്തിയതെന്നുള്ളത് വ്യക്തമാണ്. ഇതിന്റെ കാരണം എന്താണ്? ഇത് കാരണം മറ്റൊന്നുമല്ല. രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസി നടത്തിയ ഒരു അന്വേഷണം, മാസപ്പടി കേസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അനധികൃതമായ സംഭാവന പിരിക്കൽ, കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുമെന്ന രാജ്യത്തെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയ ഒരു കേസിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചത് എന്നുള്ളത് എത്രത്തോളം തരംതാണൊരവസ്ഥയിലേക്ക് കേരളത്തിലെ CPM രഞ്ജിത്ത്, ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ, നടപടികളെ തടസ്സപ്പെടുത്തുന്ന സമീപനം നേതാക്കൾ തന്നെ സ്വീകരിക്കുമ്പോൾ ഇവിടെ ഈ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നുള്ള CPM നേതാക്കളുടെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വേണിയുടെയൊക്കെ വാക്കുകൾ പൊള്ളത്തരമാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം സ്വാഭാവികമായും പൊതുസമൂഹത്തിന്റെ ചോദ്യം ഈ രീതിയിലാണ്. ഇപ്പോൾ നടപടികളുമായി ദേശീയ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യവുമില്ലാതെ എന്തിനാണ് അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന സമീപനം സൃഷ്ടിക്കുന്നത്? അത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറച്ചുവെക്കാൻ എന്തൊക്കെയോ ഉണ്ട്, തെളിവുകളുണ്ട്, ക്രമക്കേട് കൃത്യമായി നടന്നിട്ടുണ്ട്, അത് ED അന്വേഷണത്തിൽ കൃത്യമായും പുറത്തു വരും. ആ ഒരു ഭയമാണ് നേതാക്കളെ കൊണ്ട്, പ്രവർത്തകരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതല്ലേ? തീർച്ചയായും ഇതിൽ CPM മൊത്തത്തിൽ ഭയപ്പെട്ടിരിക്കുന്നു. ഈ ഒരു അന്വേഷണം ഒരു തുടക്കം മാത്രമാണെന്നുള്ള കൃത്യമായി അവർക്കറിയാം. വീണ വിജയനിലേക്ക് മാത്രമല്ല, പിതാവ് പിണറായി വിജയനിലേക്കും ഈ അന്വേഷണം പോകുമെന്നുള്ളത് CPM-നെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അക്രമത്തിലൂടെ ഇതിന്റെ ശ്രദ്ധ വഴിതിരിച്ചു വിടുക, അല്ലെങ്കിൽ കരുതിക്കുട്ടിയുള്ള അക്രമങ്ങൾ നടത്തിക്കൊണ്ട് ഇതിൽ നിന്ന് മാധ്യമ ശ്രദ്ധ മാറ്റിവിടുക, ഇതാണ് CPM ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അക്രമ സംഭവങ്ങളിലൂടെ അല്ലെങ്കിൽ അക്രമം നടത്തി ED ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി അന്വേഷണത്തിൽ നിന്ന് പിന്മാറ്റാമെന്നാണ് CPM ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മമതാ ബാനർജിയുടെ പശ്ചിമബംഗാളിലെ ഗുണ്ടകൾക്ക് മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല ED ഉദ്യോഗസ്ഥർ. എന്നിട്ടാണ് പിണറായി വിജയന്റെ കേരളത്തിലെ കുറച്ച് കുട്ടി സഖാക്കളുടെ ഈ ഷോയ്ക്ക് മുന്നിൽ ED മുട്ടുമടക്കുമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു അർത്ഥവുമില്ല. വളരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ED ആരംഭിക്കാൻ പോകുന്നു. എന്തായാലും ഈ നിയമ നടപടികളിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് കേവലം ഈ പ്രവർത്തകർ മാത്രമായിരിക്കില്ല. ഈ അക്രമത്തിന് നിർദ്ദേശം നൽകിയ അല്ലെങ്കിൽ നേതൃത്വം നൽകിയ നേതാക്കന്മാർ കൂടി ജയിലഴിക്കുള്ളിൽ പോകേണ്ടി വരുമെന്ന കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതീവ ഗൗരവമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയായിരിക്കും ഈ കേസ് അന്വേഷണ ഏജൻസികൾ നടത്തുക, അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസുകൾ എടുക്കുക. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ CPM-ന്റെ ഈ ആക്രമണം നടത്തിയ ഗുണ്ടകൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ളത് തന്നെ കാത്തിരുന്ന് കാണണം. എന്തായാലും നിയമ നടപടികൾ ED ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ നിയമപരമായ പരാതി നൽകിയിരിക്കുന്നു. ആ പരാതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിരിക്കുന്നു. കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉടനുണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തലസ്ഥാനത്തെ സ്ഥിതിഗതികൾ കൃത്യമായി തന്നെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കേന്ദ്ര ഏജൻസികളെ അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ സംഘർഷം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്തുടനീളം നാളെ പ്രതിഷേധ പ്രകടനം നടത്താനാണ് CPM ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇന്ന് രാത്രി കരിങ്കൊടി പ്രകടനങ്ങളും അതുപോലെ തന്നെ പന്തം കൊളുത്തി പ്രകടനങ്ങളും നടത്താൻ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. കൂടുതൽ പോലീസ് സംവിധാനം തിരുവനന്തപുരത്ത് പാളയത്തെ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് അക്രമങ്ങൾക്ക് തുടക്കം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടെ മുൻ ജില്ലാ സെക്രട്ടറി V. ജോയി അടക്കമുള്ള ആളുകളുണ്ട്. എന്തായാലും നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ അക്രമങ്ങൾ നടന്നത് എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്.